ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കൈറ്റ് പിക്ചേഴ്സ് ഇംഗ്ലീഷ് സാർ എടുത്ത ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസും ആണ്. ഇതൊക്കെയാണ് സാർ പറഞ്ഞത്. ദ ഓതർ ഇൻ ദ സ്റ്റോറി വാണ്ട്സ് ടു ഡെപ്പോസിറ്റ് ഹിസ് മണി ഇൻ ദ ബാങ്ക്. ഹി ഗോസ് ടു ദ ബാങ്ക് ആൻഡ് ആസ്ക് പെർമിഷൻ ടു സീ ദ മാനേജർ. ലുക്ക് അറ്റ് ദ വേ ഹി സീക്സ് പെർമിഷൻ. ക്യാൻ ഐ സീ ദ മാനേജർ? അയാൾ എന്താ ചോദിക്കുന്നത്? എനിക്ക് മാനേജറെ കാണാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ആർ ദ അതർ വേസ് ടു ആസ്ക് പെർമിഷൻ? റൈറ്റ് ദം ബിലോ. നമുക്ക് വേറെ എങ്ങനെയൊക്കെ പെർമിഷൻ ചോദിക്കാം? മേ ഐ മീറ്റ് ദ മാനേജർ? Shall I have a meeting with the manager? Is it possible to see the manager? എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, റീഡ് ദ കോൺവെർസേഷൻ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ സച്ച് എക്സ്പ്രഷൻ. താഴെയുള്ള കോൺവെർസേഷൻ വായിച്ചിട്ട് അതിലേതൊക്കെയാണ് പെർമിഷൻ മേടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് അതാണ് ചോദിച്ചിട്ടുള്ളത്. മേ ഐ ഗോ ഔട്ട് ചോദിക്കുന്നുണ്ട്. വുഡ് യു മൈൻഡ് ചോദിക്കുന്നുണ്ട്. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ഡ്രോ സം പിക്ചേഴ്സും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്രഷൻസ് ആയിട്ട് എഴുതാം. വേസ് ഓഫ് സീക്കിംഗ് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ക്യാൻ ഐ, കുഡ് ഐ, മേ ഐ, അതിൻ്റെയൊക്കെ നേഷൻ സാർ പറഞ്ഞിരുന്നു. ക്യാൻ ഐ ഈസ് യൂസ്ഡ് ഇൻ മോർ സിറ്റുവേഷൻ ടു ആസ്ക് പെർമിഷൻ. പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയാണ് ക്യാൻ ഐ യൂസ് ചെയ്യുന്നത്. കുഡ് ഐ എന്താണ്? കൂടുതൽ പൊളൈറ്റായിട്ട് ചോദിക്കാൻ വേണ്ടിയാണ്. മേ ഐ എപ്പോഴാണ്? ഫോർമലായിട്ട് ചോദിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ, ഈസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ എന്നൊക്കെ ചോദിക്കാം. അത് തന്നെ എന്താണ്? പിന്നെന്താണ്? ഡു യു മൈൻഡ് ഇഫ് ഐ are used to seek permission when the speaker is worried that he is interrupting the listener. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ, ഒരു പ്രസൻറ്റേഷൻ നടക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഡു യു മൈൻഡ് ഇഫ് ഐ ആസ്ക് സംതിങ് എന്നൊക്കെ ചോദിക്കാം. വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ, വുഡ് ഇറ്റ് ബി ഓൾ റൈറ്റ് ഇഫ് ഐ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതേപോലത്തെ സിറ്റുവേഷൻസിൽ ചോദിക്കാൻ പറ്റുന്ന പൊളൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ഇത് പറഞ്ഞിരുന്നു. റീഡ് ദ കോൺവെർസേഷൻ ഗിവൺ ബിലോ. യു മേ ഹാവ് നോട്ടഡ് ദ എക്സ്പ്രഷൻ യൂസ് ടു മേക്ക് സജഷൻ. എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ഏതൊക്കെയാണ് അത് നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതൊക്കെയാണ് വരുന്നത്? ഷാൽ വി കൺസൾട്ട് എ ഡോക്ടർ? നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താലോ എന്ന് പറയുന്നുണ്ട്. ഹൗ അബൌട്ട് ഹാവിങ് എ കപ്പ് ഓഫ് കോഫി? ഒരു കപ്പ് ഓഫ് കോഫി കുടിച്ചാലോ? ഡു യു തിങ്ക് വി കുഡ് ഗോ ടു എ റെസ്റ്റോറൻറ്റ്? നമുക്കൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ? അല്ലെങ്കിൽ വൈ ഡോണ്ട് വി മേക്ക് ടീ ഹിയർ? നമുക്ക് ഇവിടെ തന്നെ ചായ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതൊക്കെ എന്താണ്? അങ്ങനെയുള്ള സജഷൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് താഴേക്ക് എടുത്ത് എഴുതാം. ഇന്ന് നിങ്ങൾക്ക് 2 ടാസ്ക്കാണ് തന്നത്. ടാസ്ക് 1, ഡു യു ഹാവ് എനി സച്ച് ഹ്യൂമറസ് ഇൻസിഡൻറ്റ്സ് ഇൻ യുവർ ലൈഫ്? ഇഫ് സോ റൈറ്റ് ഡൗൺ ഇൻ എ പാരഗ്രാഫ്. ഈ ഒരു കഥയിലെ പോലെ എന്തെങ്കിലും ഇങ്ങനെ തമാശ നിറഞ്ഞ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എഴുതാൻ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള ഇൻസിഡൻറ്റ്. ദിസ് ഹ്യൂമറസ് ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് ഇൻ മൈ ക്ലാസ്. ജനറലി മൈ ഫ്രണ്ട് ആൻഡ് മൈസെൽഫ് ഷെയർഡ് ദ സെയിം ബെഞ്ച്. ഷി വാസ് കോൾഡ് ദ സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇൻ ക്ലാസ്. She would be generally lost in her own world, but one day she did amaze us. She asked me for sheets to write in the first period. I pulled out a few pages from my register and handed them to her. Things went on well till recess. We shared our tiffins and then rushed back to the class to attend after recess session. The teacher asked us to hand over our copies for correction, and suddenly my friend stood up and explained her problem. She had misplaced her bag in the house and there was some painting going on in her apartment. The whole class roared with laughter, and as she had only managed to come with her tiffin box, the teacher, a young lady, pulled her leg and joined in the laughter. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അവൾ എന്താണ് നോട്ട്സ് ഒന്നും അങ്ങനെ എഴുതിയെടുക്കാറില്ല. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് എന്താണ് രാവിലെ തന്നെ നിങ്ങളോട് നോട്ട്സ് എഴുതിയെടുക്കാൻ പേപ്പർ ചോദിക്കുന്നു. നിങ്ങളത് എടുത്തു കൊടുക്കുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ക്ലാസ് തുടങ്ങുമ്പോൾ എന്താണ് എല്ലാവരോടും നോട്ട്സ് ടീച്ചർ ഹാൻഡ് ഓവർ ചെയ്യാൻ പറയുന്നു. പക്ഷേ ഈ ഫ്രണ്ട് എഴുന്നേറ്റ് നിന്ന് എന്ത് പറയുന്നു? എൻ്റെ കയ്യിൽ നോട്ട്സ് ഒന്നുമില്ല, വീട്ടിൽ പെയിൻറ്റിങ് നടക്കുന്ന കാരണം ബാഗ് മിസ്പ്ലേസ്ഡ് ആയിപ്പോയി, അതുകൊണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ എന്താണ് അവൾ ഉച്ചയ്ക്ക് ടിഫിൻ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്, ബുക്സ് മാത്രമേ കൊണ്ടുവരാത്തതുള്ളൂ. അപ്പോൾ അതറിയുമ്പോൾ എല്ലാവരും കൂടി ചിരിക്കുന്നു. ടീച്ചറും ആ ചിരിയിൽ പങ്കുചേരുന്നു എന്നാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് പറഞ്ഞത് ടാസ്ക് 2 ആണ്. പിക്ക് ഔട്ട് ദി സെൻറ്റൻസസ് വിത്ത് കണക്റ്റിംഗ് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി മൈ ഫിനാൻഷ്യൽ കാരിയർ. കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ലൈൻസ് ആണ് എഴുതാൻ പറയുന്നത്. ഇത് വേണമെങ്കിൽ പറയാം. വെൻ ഐ ഗോ ഇൻ ടു എ ബാങ്ക് ഐ ഗെറ്റ് നെർവസ്. ശരിക്കും എന്താണ്? ഐ ഗോ ഇൻ ടു എ ബാങ്ക് ഐ ഗെറ്റ് നെർവസ്. രണ്ടും 2 ലൈൻസ് ആണ്. I walked in with dragging feet and looked shyly round at the clerks. അത് കൊടുക്കാം. And led the way to a private room. We both sat down and looked at each other. ഇതാണ് അടുത്തത്. The manager looked relieved but still serious. അപ്പോഴും സീരിയസ് ആയിരുന്നു. I proposed to deposit $56 and $50 a month regularly. He got up and opened the door.
I went up to the accountant's counter and pushed the money at him with a sudden quick movement. അപ്പോൾ അവിടെ ഏതൊക്കെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ആൻഡും യൂസ് ചെയ്തിട്ടുണ്ട് വിത്തും യൂസ് ചെയ്തിട്ടുണ്ട് ആസ് ഇഫ് വി വർ ഡൂയിങ് എ കൺജറിങ് ട്രിക്ക്. അപ്പോൾ അവിടെ 3 കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. He took the money and gave it to another clerk. He made me write the sum on a piece of paper and sign my name. My idea was to draw out $6 of it for present use. അപ്പോൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഏതാ 4 ആണ്. The people in the bank thought that I was a millionaire who had something wrong with him. Okay. എന്താണ് then യൂസ് ചെയ്തിട്ടുണ്ട്. Then I realized that I had written 56 instead of 6, the entire amount I deposited. പിന്നെന്താണ് ഇതും എഴുതണം. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു, സിൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. യൂസ് ചെയ്തിട്ടുള്ള ആസ് ആണ്. ആസ് എ ബിഗ് ഡോർ സ്വങ് ബിഹൈൻഡ് മീ ഐ കുഡ് ഹിയർ ദ എക്കോ ഓഫ് എ റോർ ഓഫ് ലാഫ്റ്റർ. പിന്നെ എന്താണ് സിൻസ് ദെൻ ദ ബാങ്ക് ഐ ബാങ്ക് നോ മോർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കണക്റ്റിംഗ് വേർഡ്സ് ആയിട്ട് എഴുതാം. ആൻഡ് വെച്ചിട്ടാണ് നമുക്ക് കൂടുതലും അതിൽ കണക്റ്റീവ് വേർഡ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സാർ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസും. ലെസൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ വീഡിയോ ഞാൻ വേഗം തന്നെ വേറെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്